തിങ്കളാഴ്ചയും കുരുക്കഴിയാതെ ദേശീയപാത. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഇന്നും ഗതാഗത കുരുക്കുണ്ടായി. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കരാർ കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും അനങ്ങിയിട്ടില്ല. ശരത് തോങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, തിങ്കളാഴ്ചയും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുരുക്കിന് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം 18 മണിക്കൂർ വരെ കുരുക്ക് നീണ്ടെങ്കിലും ഇന്ന് അത്രത്തോളം ഇല്ലെങ്കിലും കുരുക്കിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും മുരിങ്ങൂര്, ചാലക്കുടി, ആമ്പല്ലൂര് മേഖലകളിലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നത്. രാവിലെ 3 ദിവസത്തെ അവധിക്ക് ശേഷം ഓഫീസുകളിൽ പോകുന്നവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലാണ് തവണ കുരുക്ക് രൂപപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വലിയ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾ മാത്രം ദേശീയപാതയിലൂടെ കടന്നു പോവുകയും ചെറുവാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഇത്തരം ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ട് പോലും ദേശീയപാതയിലെ കുരുക്കിന് തിങ്കളാഴ്ചയും ശമനമുണ്ടായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മഴ പ്രമാണിച്ച് അല്ലെങ്കിൽ മഴയോടനുബന്ധിച്ച് തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി നൽകിയിരുന്നു. സ്കൂൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി കുരുക്ക് വീണ്ടും മുറുകിയേക്കും എന്നാണ് തദ്ദേശവാസികൾ എല്ലാം തന്നെ പറയുന്നത്. ഇതുമായി വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ടോൾ പിരിക്കാൻ പാടില്ല, കുരുക്ക് ഒഴിവാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ല എന്ന ഉത്തരവിറക്കിയിരുന്നത്. ആ ഉത്തരവ് പ്രകാരം 4 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ റോഡിലെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നും അതിനുശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കാമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ഉത്തരവിറങ്ങി 2 ആഴ്ചകളായിട്ടും ഇതുവരെ അതിനുള്ള ഒരു നടപടികളും ദേശീയപാത അതോറിറ്റിയോ ടോൾ പിരിക്കുന്ന കമ്പനികളോ നടപ്പാക്കിയിട്ടില്ല. എന്നാൽ ഇത് ടോൾ പിരിക്കുന്ന കമ്പനികളായ തങ്ങൾക്കല്ല ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല എന്ന ഞൊടിന്യായം പറയാൻ മാത്രമാണ് കമ്പനി തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി മേഖലയിലുണ്ട്. ദീർഘദൂര യാത്രക്കാരെല്ലാം മണിക്കൂർ കണക്കിന് സമയം ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതിന് ഒരു ശാശ്വതമായൊരു പരിഹാരം ഇപ്പോഴും ആവുന്നില്ല. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എയർപോർട്ടായിട്ടുള്ള സിയാൽ, കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഓഫീസിലേക്കുമായിട്ട് എറണാകുളത്തേക്ക് പോകുന്നവർ, ഏതെങ്കിലും ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകുന്നവർ എല്ലാവരും ഇത്തരത്തിൽ കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈക്കോടതി ഉത്തരവ് 4 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കണമെന്ന ഉത്തരവിന് പോലും ഒരു പുല്ലുവില നൽകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയും ഈ ടോൾ പിരിക്കുന്ന കമ്പനിയും സ്വീകരിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ഇത്തരത്തിൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന സാഹചര്യമാവുന്നതോടുകൂടി കുരുക്ക് മുറുകും എന്ന് തന്നെയാണ് കരുതുന്നത്. അസിത. ശരി, ശരത് തോങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.